चुना तुम्हारे लिए ആകാശമണ്ഡലങ്ങളെ ഭൂമണ്ഡലങ്ങളെ സൂര്യനെ ചന്ദ്രനെ നക്ഷത്ര ജ്യോതിർഗോള ഗാലക്സികളെ അറ്റ്മോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിനെ ഇലക്ട്രോണിനെ ന്യൂട്രോണിനെ പ്രോട്ടോണിനെ പോസിട്രോണിനെ സഹോദരങ്ങളെ നെഗറ്റീവിനെ പോസിറ്റീവിനെ ഈ ബ്രഹ്മാണ്ഡ ഘടാകങ്ങളെ മുഴുവനും അല്ലാഹു പടച്ചത് മദീനയിലെ രാജാവ് ലോകത്തിന്റെ നേതാവ് എന്റെയും നിങ്ങളുടെയും കൽവിന്റെ അകത്തളത്തിലെ പ്രകാശനാളമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവിന് വേണ്ടിയാണ്. ആ നേതാവിനോട് കൽബിൽ തട്ടി സ്നേഹമില്ലെങ്കിൽ സഹോദരാ, ഇഷ്ടമില്ലെങ്കിൽ സഹോദരാ, ഈ എന്റെ പ്രസംഗം വെറുതെയാണ്. നിങ്ങളിൽ എത്ര ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്തുണ്ട്? നിങ്ങളുടെ ഭാര്യയെക്കാൾ ഇഷ്ടമുള്ളവർ എത്ര പേരാ? നിങ്ങളുടെ മക്കളെക്കാൾ നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ ഇഷ്ടമുള്ളവർ എത്ര പേരാ? നിങ്ങളുടെ ബിസിനസ്സിൽ صدق صادق کا تصدق صادق الاسلام کا صدق صادق کا تصدق صادق الاسلام کا بندے رزاق تاج الاصفیاء کے واسطے بندے ताजुल अस्फिया के वास्ते സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തെ നമ്പർ 1 മുസ്ലിമാണ്. സയ്യിദനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ എടുത്ത് സഹോദരങ്ങളെ ഒരു ത്രാസിൽ വെച്ചിട്ട് ലോക മുസ്ലിമീങ്ങളുടെ മുഴുവൻ ഈമാൻ എടുത്ത് മറു ത്രാസിൽ വെച്ചാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണ് വെയിറ്റ് വർദ്ധിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ചെറിയ കാര്യമൊന്നുമല്ല, ചെറിയ കാര്യമല്ല പറയുന്നത്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ച് ലോക മുസ്ലിമീങ്ങളുടെ ഈമാൻ എടുത്ത് മറു ത്രാസിൽ വെച്ചാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണ് വെയിറ്റ് വർദ്ധിക്കുക. അല്പം താഴ്ത്തി വെച്ചയാളെ ആ തലയ്ക്ക് പിടിച്ച് തിരിച്ചിട്ട് താഴ്ത്തി അത്രേ താരത്തുള്ളൂ. അല്ല നീളോ ഇങ്ങോട്ട് വരുമോ? ഉയർന്ന നീളമുണ്ടോ? ആ കുറച്ച് നീട്ടിയേ. ഓ എല്ലാം പറഞ്ഞു, കുഴപ്പമില്ലല്ലോ. സഹോദരങ്ങളെ, സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? നിങ്ങളിൽ ആരോടെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങന്മാര് പറയും, എനിക്ക് സീരിയല് കാണാനാണ് ഇഷ്ടമുള്ളത്. ഉപ്പമാരെ പറയും സിനിമ കാണാനാണ് ഇഷ്ടമുള്ളത്. ബാലക്കാര് പറയും സിനിമാറ്റിക് ഡാൻസ് കാണാനാണ് ഇഷ്ടമുള്ളത്. പഴയ കാലത്തൊക്കെ ഉമ്മമാരോട് ചോദിച്ചു, നീ ഉമ്മമാര് പറയും എനിക്ക് ഖുർആൻ ഓതാനാണ് ഇഷ്ടമെന്ന് പറയും, എനിക്ക് മുഹീദ്ദീൻ മാല ഓതാനാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയും. അതല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടമെന്ന് പറയും. ഇപ്പൊ കാലം മാറിയല്ലോ, ഇപ്പൊ പുതിയ പുതിയ ട്രെൻഡുകളാണ്. ചെറുപ്പക്കാർക്കൊക്കെ എന്തോ ഒരു ഇഷ്ടങ്ങളാ. 24 മണിക്കൂറും വാട്സപ്പാണ് അവൻ ഇഷ്ടം, ഫേസ്ബുക്കാണ് അവൻ ഇഷ്ടം. എന്നാൽ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് ഫേവറേറ്റ് ഹോബി, ഇഷ്ടപ്പെട്ട വിനോദം ഏതാണ്? അന്നേരത്ത് പറഞ്ഞു, അന്നദുറു ഇലൈക യാ റസൂലല്ലാഹ്, അന്നദുറു ഇലൈക യാ റസൂലല്ലാഹ്. നബിയേ, അവിടുത്തെ മുഖത്തിങ്ങനെ നോക്കി നോക്കിയിരിക്കാനാണ് സിദ്ദീഖിന് ഇഷ്ടമുള്ളത്. ആരാണ് സിദ്ദീഖ്? അവ്വലു മൻ ആമന ബി സിദ്ദീഖ്,
أول من صدقني صديق أول من يدخل الجنة من أمتي صديق ആദ്യമായി എന്നെ വിശ്വസിച്ചയാൾ എന്റെ സിദ്ദീഖാണ്. ആദ്യമായി എന്നെ വാസ്തവമാക്കിയ ആൾ എന്റെ സിദ്ദീഖാണ്. ഞാൻ നാളെ സ്വർഗമുദ്ഘാടനം ചെയ്യുന്ന നേരത്ത് എന്റെ വലത് കൈയിൽ പിടിച്ചിട്ട് എന്റെ സമുദായത്തിൽ നിന്നും ആദ്യമായിട്ടൊരാള് ഞാൻ നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണപ്പിടിയുള്ള വട്ടക്കണ്ണി പിടിച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന നേരത്ത് എന്റെ വലത് കൈയിൽ പിടിച്ചിട്ട് ആദ്യമായി എന്റെ സമുദായത്തിൽ നിന്നും ഒരാൾ സ്വർഗത്തിൽ കടന്നു വരും. അയാൾ ആരാണ്? അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, എനിക്ക് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ആ മുഖം ഇങ്ങനെ എന്തൊരു ചന്തമാണ്, ഹബീബിന്റെ മുഖം കാണാൻ എന്തൊരു ചന്തമാണ്. താരങ്ങൾക്കിടയിൽ ഒരമ്പിളിയോ റസൂലുള്ളാഹ്, ആമ്പൽ കൂളത്തിലെ താമരയോ, സന്ധ്യാർക്കൻ പിന്നിലിറങ്ങിയതോ ഹബീബുള്ളാഹ്, വൈഡൂര്യ കുന്നിലെ മഞ്ചരിയോ, താരങ്ങൾക്കിടയിൽ ഒരമ്പിളിയോ റസൂലുള്ളാഹ്, ആമ്പൽ കൂളത്തിലെ താമരയോ, സന്ധ്യാർക്കൻ പിന്നിലിറങ്ങിയതോ ഹബീബുള്ളാഹ്, വൈഡൂര്യ കുന്നിലെ മഞ്ചരിയോ, പൂങ്കോയിൽ തോൽക്കുമാ പൂമോഴി കേൾക്കുകിൽ, പൂന്തിങ്കൾ നാണിക്കും പൂമുഖം കാണുകിൽ, പുണ്യ ശരീരം പരിമളപൂരിതം, പൂവിതൾ റോസാതളം പോലെ മാർദ്ദവം. പുന്നാര നബിതങ്ങൾ എങ്ങനെയാണ്? അസജ്ജൽ ഹാജിബൈൻ സഹലൽ ഖദ്ദൈൻ, ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ വഇദാ സമത ഫഅലൈഹിൽ വഖാർ, ഹുൽവുൽ മൻതിഖ് ഇദാ തലഅ തഖൂലു ഹാദൽ ബദറുൽ മുനീർ, വഇദാ മസാ യഫൂഹുൽ മിസ്ക് വൽ അംബർ, മാ അഹ്സന വജ്ഹഹു വമാ അത്യബ റായിഹതഹു ഫഅറദ്തു അൻ നുഖബ്ബില യദൈഹി. മങ്കൂസ് മൗലിദ് നമ്മൾ ഓതാറുണ്ട്. വളരെ മനോഹരമായ ഒരു വിവരണമാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുണ്യ നബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയായിരിക്കും പറയുക, അതുകൊണ്ട് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. എന്റെ ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യം ഏതാന്ന് ചോദിച്ചാൽ ഉമ്മ ഇന്ന് ലേറ്റസ്റ്റ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലിന്റെ പേര് പറയും. അതുകൊണ്ട് ഉമ്മയോട് ഞാൻ ചോദിക്കണില്ല. ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ അവൻ പറയും, അവൻ വേറെന്തെങ്കിലുമൊക്കെ പറയും, പറയാൻ പറ്റാത്തത് പറയും. അതുകൊണ്ട് അവനോടും ചോദിക്കണില്ല. ഉപ്പമാരെ, പല ഉപ്പമാരും പഴയ കാലത്തൊക്കെ തസ്ബീഹ് മാലയാണ് കയ്യിലുള്ളത്, വിശുദ്ധ ഖുർആനായിരുന്നു കയ്യിലുള്ളത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. റിമോട്ട് കൺട്രോൾ കയ്യിലായി പോയി, സ്റ്റാർ ടിവിയുടെ റിമോട്ട് കൺട്രോൾ കയ്യിലായി പോയി. സദാസമയവും ഇങ്ങനെ ഓരോരോ ചാനലുകൾ മാറ്റി 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 കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് പദവി കിട്ടാനുള്ള കാരണം എന്താണ്? ഇക്റാമൻ വ മഹബ്ബത്തൻ ലിറസൂലില്ലാഹ്. ലോകത്ത് മക്കത്തുൽ മുക്കറമായ്ക്ക് മഹത്വമുണ്ടായത് എവിടുന്നാണ്? മദീനത്തുൽ മുനവ്വറായ്ക്ക് മഹത്വമുണ്ടായത് എവിടുന്നാണ്? ഹജറുൽ അസ്വദിന് മഹത്വമുണ്ടായത് എവിടുന്നാണ്? മസ്ജിദുൽ അഖ്സയ്ക്ക് മഹത്വമുണ്ടായത് എവിടുന്നാണ്? സഹോദരങ്ങളെ, സഹോദരങ്ങളെ, വിശുദ്ധമായ കഅബാലയത്തിന് മഹത്വം കിട്ടിയത് എവിടുന്നാണ്? കഅബാലയത്തിന്റെ സമീപത്തിരിക്കുന്ന ഹജറുൽ അസ്വദ് എന്ന കറുത്ത കല്ലില്ലയോ, ആ കറുത്ത കല്ലിന് മഹത്വമുണ്ടായത് എവിടുന്നാണ്?
മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള അബൂനാ അബുൽ ബസർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം റൂഹുല്ലാഹി ഈസാ കലീമുല്ലാഹി മൂസാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിമുസ്സലാത്തു വസ്സലാം അടക്കമുള്ള 1,24,000 പ്രവാചക പ്രവീണന്മാർക്ക് മഹത്വമുണ്ടായത് ആരെക്കൊണ്ടാ? അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അറിയില്ലയോ? ബാഗ്ദാദിന്റെ മലമടക്കുകളിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ ആത്മീയമായ ലോകത്തേക്ക് തേടി പിടിച്ചുപോയ ഗൗസുൽ ആലം എന്ന പദവി കിട്ടിയ ഖുത്ബുൽ അഖ്താബ് എന്ന പദവി കിട്ടിയ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് മഹത്വം കിട്ടിയത് ആരെക്കൊണ്ടാ? कादिरी कर कादिरी रख कादिरियों में मुठा कदर अब्दुल कादिर कुदरत नमा के वासिते अब्दुल कादिर जीलानी ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇന്ത്യ രാജ്യത്തിന്റെ രാജാവായി വാഴുന്ന അജ്മീർ ഖാജ പീറാനെ പീർ ഖാജ മുഈനുദ്ദീൻ ചിട്ടിയിൽ അജ്മീർ സഞ്ചരി ഗരീബ് നവാസ് ഇന്ത്യ രാജ്യത്തിന്റെ രാജാവാര സഹോദരങ്ങളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുശേധ്യനായ അമരക്കാരൻ സാക്ഷാൽ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം അധികാരമേറ്റ് 3-ാമത്തെ മാസം അദ്ദേഹം കടന്നു ചെന്നു. എവിടേക്ക്? സാക്ഷാൽ അജ്മീറിലേക്ക്. അജ്മീറിൽ മറപ്പെട്ട് കിടക്കുന്നത് ആരാണ്? മലിക്കുൽ ഹിന്ദ്, ഇന്ത്യ രാജ്യത്തിന്റെ രാജാവ്, ഇന്ത്യ രാജ്യത്തിന്റെ ബാദുഷാ നവാസ്, മഹാനായ ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിട്ടിയിൽ അജ്മീരി സഞ്ചരി തങ്ങൾ. കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവി, പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചപ്പോൾ അദ്ദേഹം പോയില്ലേ അജ്മീർ ഷരീഫിലേക്ക്? രാജീവ് ഗാന്ധി പോയിട്ടുണ്ട് അജ്മീർ ഷരീഫിലേക്ക്, ഇന്ദിരാഗാന്ധി പോയിട്ടുണ്ട് അജ്മീർ ഷരീഫിലേക്ക്, സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി പോയിട്ടുണ്ട് അജ്മീർ ഷരീഫിലേക്ക്. അങ്ങനെ അജ്മീർ ഷരീഫിൽ ഇന്ത്യ രാജ്യത്തിന്റെ രാജാവായി വാഴുന്ന ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിട്ടിയിൽ അജ്മീർ സഞ്ചരി തങ്ങൾക്ക് മഹത്വമുണ്ടായത് എവിടുന്നാണ്? ലോകത്ത് കടന്നു വന്ന എല്ലാ അമ്പിയാക്കൾക്കും മഹത്വം കിട്ടിയത്, ലോകത്ത് കടന്നു വന്ന എല്ലാ ഔലിയാക്കൾക്കും മഹത്വം കിട്ടിയത്, ലോകത്ത് മഹത്വമുള്ള മുഴുവൻ സ്ഥലങ്ങൾക്കും മഹത്വം കിട്ടിയത് വലം തകുനിൽ അഖ്താബു അഖ്താബൻ വലൽ ഔതാദു ഔതാദൻ വലൽ ഇമാദു ഇമാദൻ ഇല്ലാ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വബിതഅലീമിഹിം ലഹു. അബൂനാ അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള എല്ലാ മഹാന്മാർക്കും മഹത്വം കിട്ടിയത് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ്. ലോകത്ത് മക്കത്തുൽ മുക്കറമയ്ക്ക് മഹത്വം കിട്ടിയത് മുത്തുനബിയെ കൊണ്ടാണ്. ലോകത്ത് മദീന മുനവ്വറയ്ക്ക് മഹത്വം കിട്ടിയത്, കഅബയ്ക്ക് മഹത്വം കിട്ടിയത്, ഹജറുൽ അസ്വദിന് മഹത്വം കിട്ടിയത്, മസ്ജിദുൽ അഖ്സയ്ക്ക് മഹത്വം കിട്ടിയത്, എല്ലാ പ്രവാചകന്മാരും പ്രവാചകന്മാരായത്, എല്ലാ അമ്പിയാക്കളും എല്ലാ ഔലിയാക്കളും ആ പദവി നേടിയെടുത്തത് ആരെ കൊണ്ടാ? खुदा चाहता है रज़ाए मुहम्मद हबीबे खुदा का नज़ारा करो में दिलों जान उन पे नज़ारा करो में हबीबे खुदा का नज़ारा करो में दिलों जान उन पे नज़ारा करूं मैं. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന മദീനയിലെ രാജാവിനെ കൊണ്ടാണ്. സുൽത്താൻ ഓഫ് മദീന, ഷാഹെ മദീന, മദീനയിലെ രാജാവിനെ കൊണ്ടാണ്. സഹോദരങ്ങളെ, ആ മദീനയിലെ രാജാവിനെ കൊണ്ടുവേണം എനിക്ക് രക്ഷപ്പെടാൻ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ. ആ മദീനയിലെ രാജാവിനോട് നിങ്ങളുടെ ഖൽബ് എന്ത് പറയുന്നു? ചെറുപ്പക്കാരാ, എന്റെ പാലക്കാരാ, നീ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നില്ലേ മോനെ? നീ ഫിലിം സ്റ്റാറുകളെ ഇഷ്ടപ്പെടുന്നുവല്ലേ? നാളെ പരലോകമുണ്ട്, നാളെ പരലോകമുണ്ട് പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട പൊന്നു
പെങ്ങളെ നീ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി പറയുകയാ. നാളെ പരലോകത്ത് നിന്നെ ഒരുമിച്ച് കൂട്ടുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നിന്റെ വലതുഭാഗത്ത് നിന്റെ സീരിയൽ കണ്ട നടി നിൽക്കുകയാ. ഇടതുഭാഗത്ത് പാലക്കാരാ, നീ ഒരുപാട് സ്നേഹിച്ച ക്രിക്കറ്റ് താരമില്ലയോ, നീ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട നിന്റെ സീരിയൽ താരമില്ലയോ, അവൻ നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. പരലോകത്തെ വിശേഷമാണ് പറയുന്നത്. പരലോകം എന്ന് പറഞ്ഞാൽ എല്ലാരും മനം പൊട്ടി യാ നഫ്സി യാ നഫ്സി. യൗമ യദ്ഉ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ. എല്ലാ ജനങ്ങളും എന്റെ ശരീരമേ, എന്റെ ശരീരം ചെയ്ത അപരാധങ്ങളെ എന്നാലോചിച്ചു പൊട്ടി പൊട്ടി നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതാ ഫിലിം സ്റ്റാർ വന്ന് നിങ്ങളുടെ വലത്തെ കയ്യിൽ പിടിക്കുന്നു. എന്റെ ഉമ്മ, നിങ്ങള് സീരിയലിൽ കണ്ടൊരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഇഷ്ട നടി പെങ്ങളെ നിന്റെ വലത്തെ കയ്യിൽ വന്ന് പിടിക്കുകയാണ് പരലോകത്തിൽ. നിങ്ങൾ ഇവിടെ ദുനിയാവിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫിലിം സ്റ്റാറും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റ് സ്റ്റാറും ഹോക്കി സ്റ്റാറും ടെന്നീസ് സ്റ്റാറും, ചെറുപ്പക്കാരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടെന്നീസ് സ്റ്റാറിന്റെ പേരെന്തുവാന്ന് ചെറിയ മക്കളോട് ചോദിച്ചാൽ ഇപ്പൊ ഉറക്കെ രണ്ടൊന്ന് പെൺപിള്ളേരെ പേര് പറയും. ഞാൻ അതുകൊണ്ട് ചോദിക്കണില്ല. അവരൊക്കെ നാളെ പരലോകത്ത് നിങ്ങളുടെ വലത്തും ഇടത്തും ഒക്കെ നിൽക്കുക. അപ്പൊ നിങ്ങൾ പറയും എന്താ എന്താ നിങ്ങൾക്ക് ഇവിടെ, നിങ്ങൾ മാറി നിൽക്ക്, എനിക്ക് സ്വർഗത്തിൽ പോണ്ടേ. അതാ മുത്തുനബി പോന്ന്, സിദ്ദീഖ് തങ്ങൾ പോന്ന്, മഹാന്മാരായ ഔലിയാക്കളെ പോകുന്നു. അവരോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ പോകേണ്ടതിന് നിങ്ങൾ എന്തിനെന്നെ തടഞ്ഞു വെക്കണം? മാറി നിൽക്ക്, മാറി നിൽക്ക്. സഹോദര, അന്നേരത്ത് അവർ മുറുക്കി പിടിക്കും, നിങ്ങളുടെ കൈകളിൽ കടന്നു പിടിക്കും. പോകാൻ വരട്ടെ, പോകാൻ വരട്ടെ. ദുനിയാവിൽ വെച്ച് എന്നെ ഇഷ്ടപ്പെട്ടവനല്ലേ നീ, ആഖിറത്തിലും നീ എന്നെ ഇഷ്ടപ്പെട്ടേ പറ്റൂ. ദുനിയാവിൽ വെച്ച് നീ എന്നെ ഇഷ്ടപ്പെട്ടത് എന്തിനാ? ഞാൻ നല്ല ആക്ഷൻ ഹീറോ ആയതുകൊണ്ടല്ലേ, നല്ല ആക്ഷൻ ഹീറോ ആയതുകൊണ്ടല്ലേ നീ എന്നെ ഇഷ്ടപ്പെട്ടത്. സ്റ്റണ്ട് മൂവീസുകളിലെ ആക്ഷൻ ഹീറോകളെ മനസ്സിൽ കുടിയിരുത്തിക്കൊണ്ട് നടക്കുന്ന എന്റെ യുവതലമുറയിലെ ബാലക്കാരോട് പറയാണ്, പരലോകത്ത് വെച്ച് അവര് നിങ്ങളുടെ കൈകളിൽ കടന്നു പിടിക്കും. ഞങ്ങൾ നരകത്തിൽ പോകാൻ പോവാണ്, നീ ഞങ്ങളുടെ കൂടെ വാടാ. എന്തിന് സ്വർഗത്തിൽ പോണം? നീ ദുനിയാവിൽ വെച്ച് എന്നെ സ്നേഹിച്ച നീ ആഖിറത്തിൽ. സഹോദരങ്ങളെ, ഹബീബിന്റെ ഒരു ഹദീസ് ഞാൻ പറയട്ടെ. അൽമറൂ മഅമൻ അഹബ്ബാ. എത്രയോ തവണ വേള കേട്ടിട്ട്, ഈ ചെവിയിലൂടെ കേട്ടിട്ട്, ഈ ചെവിയിലൂടെ അങ്ങ് പാസായി പോയില്ലേ. അൽമറൂ മഅമൻ അഹബ്ബാ. ആരെ ആരെ ഇഷ്ടപ്പെടുന്നു, ആരെ ആരെ സ്നേഹിക്കുന്നുവോ, ദുനിയാവിൽ വെച്ച് സീരിയൽ നടിമാരെ സ്നേഹിച്ച പെങ്ങളെ, സിനിമാ സ്റ്റാറിനെ സ്നേഹിച്ച ബാലക്കാരാ, പൊളിറ്റിക്കൽ ലീഡേഴ്സിന് വേണ്ടി സിന്ദാബാദ് വിളിച്ചു നടന്ന ചെറുപ്പക്കാരാ, നാളെ പരലോകത്തതാ നീ അവരോടൊപ്പമാണ്. മുത്തുനബിയെ സ്നേഹിച്ചവരാരെങ്കിലും എന്റെ സദസ്സിലുണ്ടോ? ഔലിയാക്കളെ സ്നേഹിച്ചവരുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിച്ചവരാരെങ്കിലും എന്റെ സദസ്സിലുണ്ടോ? അവർ ഹബീബിനോടൊപ്പമാണ്, മുത്തുനബിയോടൊപ്പമാണ്. അൽമർഉ മഅമൻ അഹബ്ബാ. ആരെ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് നാളെ പരലോകത്തിലെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് ഇന്ന് ഈ സദസ്സിൽ വെച്ച് തീരുമാനിക്കുക, ഇനി ആരെ സ്നേഹിക്കണോ? ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് ആരെയാ സ്നേഹം എന്ന് ചോദിച്ചാ ചില ആളുകൾ പറയും എനിക്ക് മുത്തുനബിയെ തന്നെ സ്നേഹം എന്ന് പറയും. പക്ഷെ അവര് കള്ളം പറയും. കള്ളം പറയുമ്പോ എനിക്കറിയത്തില്ലല്ലോ. കള്ളം പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റൂല. പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് ആർക്കെങ്കിലും കള്ളം പറയാൻ പറ്റുമോ? അള്ളാഹുവിന്റെ പരലോകത്തിൽ ചെല്ലുമ്പോ പടച്ചോനെ ഞാൻ നിന്നെയാ ഇഷ്ടപ്പെട്ടിരുന്നത്, മുത്തുനബിയാ ഇഷ്ടപ്പെട്ടിരുന്നത്, അതുകൊണ്ട് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോവല്ല എന്ന് പടച്ചോനോട് പറഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം അള്ളാഹു വായിക്കുന്നവനാണ്.
അതുകൊണ്ട് ഈ മജ്‌ലിസിൽ വന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. എല്ലാവരും പ്രായമുള്ള ഉപ്പമാർ എഴുന്നേക്കണമെന്നില്ല, ആ ചെറുപ്പക്കാരും ആ കുട്ടികളും എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിച്ചിട്ട് ഞാൻ എഴുന്നേക്കുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ച് എല്ലാവരും ഒന്ന് ചൊല്ലിയ, എല്ലാവരും ചൊല്ലണേ. ചൊല്ലാതെ ഒരൊറ്റ ആളും ഈ സദസ്സിൽ ഇരിക്കരുത്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി الصلاة جار الجنة أنت تطلع بيننا أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي سيدي خير النبي الصلاة على النبي والسلام على الرسول ارتكبت على الخطا غير حسر وعداد ارتكبت على الخطا غير حسر بعداد لك اشكو فيه يا سيدي خير النبي يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد عظيമായ റബ്ബേ ഞങ്ങൾ ഈ ചൊല്ലിയത് മദീനയിലെത്തിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഈ പറയുന്നത് കേൾക്കുന്നതും ഞങ്ങൾ ഈ സദസ്സിൽ ഇരിക്കുന്നതും എല്ലാം നീ ഖബൂലാക്കണേ അല്ലാഹ്. മദീനയിലെത്തിക്കണേ അല്ലാഹ്. മദീനയിലെ രാജാവിന് സന്തോഷമുള്ള സദസ്സാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇതൊരു വ്യാഴാഴ്ച രാത്രിയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. ഇന്ന് വ്യാഴാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. വ്യാഴാഴ്ച രാവിൽ പുന്നാര നബി തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുമെന്നാണ്. അവിടുന്ന് നേരിട്ട് കാണുന്ന സദസ്സാക്കി ഞങ്ങളുടെ ഈ സദസ്സ് മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ പാവങ്ങളായ മുഅ്മിനീങ്ങൾ ഏതെല്ലാമോ നാട്ടിൽ നിന്ന് വഅദ് കേൾക്കാൻ ഇവിടെ വന്നോ അല്ലാഹ്, എല്ലാവരെയും മുത്തുനബിയെ കാണിക്കണേ അല്ലാഹ്. മുത്തുനബിയുടെ പോരിശയും ഫളലും നീ നൽകണേ അല്ലാഹ്. മുത്തുനബിയുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അളമത്ത് കൊണ്ട് പടച്ചവനെ, ഞങ്ങളുടെ സദസ്സിൽ വന്ന മുഴുവൻ രോഗികളുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. കടമുള്ളവരുടെ കടങ്ങൾ വീട്ടണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഔത്തുകളില്ലാത്തവർക്ക് നല്ല ഖൈറായ വീടുകൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഒരു സെന്റ് ഭൂമിയില്ല, ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമിയില്ല, കിടക്കാടമില്ലാത്ത പാവങ്ങൾക്ക് ഈ സദസ്സിൽ ഇരിക്കുന്ന ബറക്കത്ത് കൊണ്ട്, ഹബീബിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കിടക്കുവാൻ ഒരു സെന്റ് ഭൂമി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സദസ്സ് സംഘടിപ്പിച്ച സംഘാടകർക്ക് ഉസ്താദുമാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഫാറൂഖ് എന്ന ഞങ്ങളുടെ കൂട്ടുകാരന്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അല്ലാഹ്, ഈ സദസ്സിൽ വന്ന ഒരാളെയും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് ഏത് രാത്രിയാണ്? ഈ രാത്രി നാളെ എന്താഴ്ചയാ?
നിങ്ങൾ സാധാരണഗതിയിൽ ഈ സമയത്തിന് പറയുന്നത് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി എന്നാണ് പറയാറല്ലേ? സഹോദരങ്ങളെ, നമുക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ്. പുന്നാര നബിതങ്ങളെ പറ്റി ഇന്ന് ആളുകൾക്ക് വല്ല സമയമുണ്ടോ? വല്ലതിന് സമയമുണ്ടോ? ഇതൊരു സിനിമാറ്റിക് ഡാൻസിന്റെ വേദിയാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചേരെ, കണക്കൂട്ടല്ലേ? ഇതൊരു സിനിമാറ്റിക് ഡാൻസിന്റെ സദസ്സാണ്, സ്റ്റേജാണ്. ഒരു പെണ്ണിങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ ഒന്നും കാണിക്കാതെ എവിടെയൊക്കെ തുറന്നിട്ട് അന്താരാഷ്ട്രവും ബംഗ്ലാദേശും ഡിണ്ടുഗലും മംഗലാപുരം എയർപോർട്ടൊക്കെ കാണിച്ചൊരു പെണ്ണ് ഇവിടെ വന്നിട്ട് ടീം ഡൂം ഡൂം ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ബാലക്കാരും കൂടെ ഒന്ന് ഹേ 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 എന്ന് ചാടി ബഹളം വെച്ച് ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു അല്ലേ? ആണോ അല്ലേ? അല്ലാഹു പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ആളുകൾക്ക് വല്ലാത്ത ടേസ്റ്റ് ആണ് മദീന, സ്വീറ്റ് ആണ് മദീന. ആ മദീനയെ അനുരാഗം വെച്ച ആളുകൾക്ക് വല്ലാത്ത മധുരമാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവിടുത്തേക്ക് എന്തോ ഒരു മഹബ്ബത്താണ് മുത്തുനബിയോട്, വല്ലാത്ത മഹബ്ബത്ത്, ലോകത്തൊരാൾക്കും പകരം വെക്കാനില്ലാത്ത മഹബ്ബത്ത്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ മടിത്തട്ടിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ തലചായ്ച്ച് കിടക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ താടിരോമങ്ങളിലൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിരലോടിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നേരത്തെ ആയിഷ ബീവി ഒരു ചോദ്യം ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആകാശത്തെ നക്ഷത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്ന രാത്രിയായിരുന്നു ആ രാത്രി. അന്ന് ആകാശത്ത് ഒരുപാട് താരകങ്ങൾ ഉണ്ടായിരുന്നു. ആയിഷ ബീവി മുത്തുനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ആകാശത്തെ എത്രമാനം നക്ഷത്രങ്ങളുണ്ട് നബിയെ? കണക്കില്ലാത്ത, എണ്ണമില്ലാത്ത, അറ്റമില്ലാത്ത, പരിധിയില്ലാത്ത ഒരുപാട് നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടല്ലോ നബിയേ. അതേ ആയിഷ, ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. അന്നേരത്തെ ആയിഷ ബീവി ഒരു ചോദ്യം ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ താടിരോമങ്ങളിലൂടെ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുന്ന പുന്നാര നബി തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, കണക്കില്ലാത്ത, അറ്റമില്ലാത്ത, പരിധിയില്ലാത്ത, എണ്ണിയാലൊടുങ്ങാത്ത ആകാശത്തെ നക്ഷത്രങ്ങൾക്ക് സമാനമായി സൽക്കർമ്മങ്ങൾ ചെയ്തവരാരെങ്കിലും ഉണ്ടോ നബിയേ? ആകാശത്തെ നക്ഷത്രത്തിനു സമാനമായി, താരകങ്ങൾക്കു സമാനമായി സുഹൃതങ്ങൾ അനുഷ്ഠിച്ചവർ, നന്മ ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ നബിയേ? അന്നേരത്തെ റസൂലുള്ള പറഞ്ഞു, കളവ് പറയാത്ത നാവ് കൊണ്ട് മുത്തുനബി പറഞ്ഞു, നഅം, ഉണ്ട് മോളെ ആയിഷ. ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടെന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത്ഭുതമായി. നിങ്ങൾ നോക്ക്, ആകാശത്തെ നക്ഷത്രങ്ങൾക്ക് എണ്ണമുണ്ടോ? അറ്റമില്ല, കണക്കില്ല, പരിധിയില്ലാത്ത നക്ഷത്രങ്ങൾക്ക് സമാനമായി സുഹൃതം ചെയ്ത മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അന്നേരത്ത് മറ്റൊരു ചോദ്യം ചോദിച്ചു. ആയിഷ ബീവി ബുദ്ധിമതിയാണ്. ആയിഷ ബീവി എന്ന ഭാര്യ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആകാശത്തെ താരകങ്ങളെക്കാൾ നന്മ ചെയ്ത ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെക്കാൾ നന്മകൾ ചെയ്തവർ, ഇബാദത്ത് ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ നബിയേ? നഅം യാ ആയിഷ, അബാക്കി, മോളെ, നിന്റെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ സിദ്ദീഖ് തങ്ങളുടെ മഹബ്ബത്ത് എത്രയാണ് സഹോദരാ. സിദ്ദീഖ് തങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങളെക്കാൾ ഇബാദത്ത് ചെയ്ത ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെക്കാളും ഇബാദത്ത് ചെയ്ത മഹാനാണ്. ആ
സിദ്ദീഖ് തങ്ങളുടെ ഇഷ്ടം അളക്കാൻ ലോകത്തൊരു സ്കെയിലില്ല. ലോകത്ത് കീറ്റ്സിന്റെ വരികൾക്ക് സാധ്യമല്ല, കെല്ലിയുടെ വരികൾക്ക് സാധ്യമല്ല. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ മുടിചൂടാ മന്നന്മാരായി ഷേക്സ്പിയർ ഡ്രാമാസുകൾക്ക് അത് അളക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ലോക ചരിത്രം എഴുതിയ ഫിലിപ്പ് കെ ഹിറ്റി എന്ന് പറയുന്ന ജീസസ് ക്രിസ്റ്റിനെ ആരാധിച്ചു മരണപ്പെട്ടു പോയ ഫിലിപ്പ് കെ ഹിറ്റി എന്ന് പറയുന്ന ഹിസ്റ്റേറിയൻ എഴുതി വെച്ചത്, the love of the prophet has been the strongest binding force in Islam. പ്രവാചകന്റെ മഹബത്ത്, പ്രവാചകനോടുള്ള സ്നേഹം, അവിടുത്തെ അനുയായികൾക്കുള്ള മഹബത്ത്, അത് ലോകത്തൊരു രാജാവിന്റെ കൊട്ടാരത്തിലും എനിക്ക് കാണാൻ പറ്റിയില്ല, ലോകത്തൊരു ചരിത്രത്തിലും എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല, ലോകത്തൊരു പ്രഭുവിന്റെ ദർബാറിലും അതെനിക്ക് കാണാൻ കഴിഞ്ഞില്ല. മദീന